സുപ്രഭാതം. ജോലിക്ക് നമ്മൾ പോവുകയാണ്. അടുത്ത പുതിയ ദിവസം. സമയം 4:45. ഇത്രയും വെട്ടം. വാവ്! കുറച്ചും കൂടി കഴിയുമ്പോൾ ഇതിലും വെട്ടം. നല്ല രസമായിരിക്കും അല്ലേ? ആകമൊത്തത്തിൽ കളറാകാൻ ഇത്ര വെളിച്ചമൊക്കെ മതി എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. കുറച്ചും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ബ്രൈറ്റ് ആവും. കാരണം സൂര്യോദയം പറഞ്ഞിരിക്കുന്നത് 5:15 5:15 നല്ല വെട്ടവും. എന്തായാലും ആവട്ടെ, നമ്മളെ ബാധിക്കുന്ന കാര്യങ്ങളല്ല ഇതൊന്നും. പക്ഷെ ഞാൻ ചുമ്മാ പറയുന്നേ ഉള്ളൂ. പണ്ട് ഈ ഡെയിലി വ്ളോഗ് സ്റ്റാർട്ട് ചെയ്ത സമയത്തൊക്കെ ഇരുട്ടായിരുന്നു കാലത്ത് ജോലിക്ക് പോകുന്ന സമയത്ത്. നിങ്ങൾ സ്ഥിരം വീഡിയോ കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ ഏതവസ്ഥ എന്ന് കണ്ട. കുറച്ചും കൂടി കഴിയട്ടെ, ഇതിലും ബ്രൈറ്റ് ആയിരിക്കും. പിന്നെ എന്നിട്ടൊന്ന് ഒക്ടോബർ ആകുമ്പോഴേക്കും ഇരുണ്ടോളും. ഇതെന്തിനിപ്പം പറയണേ? ഒക്ടോബർ ആകുമ്പോൾ ഒക്ടോബറിലെ കാര്യം. ഇപ്പോൾ ജോലിക്ക് പോകുന്നു. ഇന്ന് ഇറ്റ്സ് ഗോയിങ് ടു ബി ചിൽ ഡേ. പക്ഷേ ഇറ്റ്സ് ഗോയിങ് ടു ബി എ ലോങ് ഡേ. 6 AM to 10 PM. വാവ്! എന്തോരം നേരം ഇന്ന് വ്ളോഗ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയാൻ പാടില്ല. കാരണം എനിക്ക് എനർജി സേവ് ചെയ്യണം. ചിലപ്പോൾ കുറേ വീഡിയോ എടുക്കാനുണ്ടാവും. അപ്പോൾ 2 പാർട്ടായിട്ട് വരും. കാരണം 16 മണിക്കൂറുണ്ടെന്ന്. അപ്പോൾ നോക്കാം എന്ത് സംഭവിക്കുമെന്ന്. ബിക്കോസ് ഇറ്റ്സ് എ ലോങ് ഡേ. കുറച്ചധികമായി ലോങ് ഡേയ്സ് എടുത്തിട്ട് ഇങ്ങനെ. ഞാൻ വേണ്ടെന്ന് 100 പ്രാവശ്യം പറഞ്ഞതാണ്. കാരണം പരീക്ഷയാണല്ലോ തിങ്കളാഴ്ച. വേറെ ഓപ്ഷൻ ഇല്ലായിരുന്നു. എനിക്ക് ചൂസ് ചെയ്യാൻ ഒരു ഓപ്ഷൻ കിട്ടിയില്ല അവിടെ. ഈ പരീക്ഷ കാരണം നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്താൽ ഞാൻ വന്നോളാം, അത് ഞാൻ പറഞ്ഞു. അപ്പോൾ അവരവസരം മുതലാക്കി കളഞ്ഞു. നമുക്ക് നോക്കാം. പറ്റിയ പാസ്സാവും തിങ്കളാഴ്ചത്തെ പരീക്ഷ, അല്ലെ പൊട്ടും. ജോലി തുടങ്ങി. ഇപ്പോൾ സമയം 11:30 ആയിട്ടുണ്ട്. ഒരു പരിവായി. ഞാനിവിടെ ഇരിക്കുകയാണ്. പക്ഷേ ഞാൻ ജോലി ചെയ്യണ സ്ഥലമുണ്ടല്ലോ, കുമിഞ്ഞു കൂടി. ഞാൻ മുന്നേ പറഞ്ഞായിരുന്നല്ലോ ഇവിടെ മറ്റേ ക്ലയൻറ്റും കാര്യങ്ങളൊക്കെ വന്നത്. അവർക്ക് നമ്മളിങ്ങനെ ഇഷ്ടപ്പെട്ടു. അതിപ്പോൾ ഒരു ബാധ്യതയായി വന്നിട്ടുണ്ട്. അവർ ഒടുക്കത്തെ ഓർഡറുകൾ അയക്കണേ. നിറഞ്ഞ് തുളുമ്പി നിൽക്കുകയാണ് സ്റ്റുഡിയോ. എൻ്റെ കൂടെ എനിക്ക് ആൾക്കാരെ ഞാൻ പ്ലാൻ ചെയ്തതെന്ന് തെറ്റിപ്പോയി. ഞാൻ വിചാരിച്ചത് സാധാരണ പോലെയാണെന്ന് വെച്ചത്. പക്ഷേ ആൾക്കാർ ഇത്ര പേർക്ക് കൂടിയിട്ടുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം അറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ പെടാപ്പാട് പെടുകയാണ്. കൂടെയുള്ള ടീം. ഞാനാണെങ്കിൽ താഴെ ടീമുകളുണ്ടല്ലോ, അവർക്ക് ആൾക്കാരുടെ ഷോർട്ടേജ് വന്നു. ആകെ മൊത്തത്തിലേ കുഴഞ്ഞു വന്നു. ഞാൻ പരീക്ഷ ആയതുകൊണ്ട് പിന്നെ ഞാൻ അത്ര ഫോക്കസും ചെയ്തില്ല. ഞാൻ ഒപ്പമുള്ള വേറൊരുത്തനുണ്ട്, അവനോട് ഞാൻ ടീം അറേഞ്ച് ചെയ്ത് തരാനാണ് പറഞ്ഞത്. അവൻ എന്നെ പെടുത്താനാണോ എന്തിനാണോ, അവനും കറക്റ്റ് ആൾക്കാർ ഇട്ടു. അല്ലെങ്കിൽ ഞാൻ എപ്പോഴും ഒരാളെ 2 ആളെ കൂടുതൽ ഇടാറുണ്ട്. അപ്പോൾ ആൾക്കാർ കുറവായതുകൊണ്ട് തന്നെ ഇവിടെയും പ്രശ്നമാണ്, താഴെയും പ്രശ്നമാണ്, ആകെ മൊത്തത്തിൽ പ്രശ്നമാണ്. ഞാൻ പഠിക്കാൻ വെച്ചത് ഇവിടെ എൻ്റെ ടാബും തുറന്ന് വെച്ചിട്ട് ഒരു തേങ്ങയും നടക്കണില്ല. വല്ലാത്ത ജാതി അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കണേ. പക്ഷെ നമ്മൾ പഠിക്കും, നമ്മളിതൊന്നും മൈൻഡ് ചെയ്യില്ല. ശനി ഞായർ കഴിഞ്ഞ് തിങ്കളായാൽ ഇതൊക്കെ പോട്ടേ പുല്ല്. പക്ഷേ ശനി ഞായർ കടത്തി വിടണ്ടേ? ഇന്ന് നമുക്ക് ഈ കാലത്തെ കുറച്ച് യുദ്ധക്കളങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പോകണം. അതിന് മുന്നേ പഠിച്ചെന്തെങ്കിലും ഒരു പരിവാവണം. ഒരു പിടിയില്ല. എങ്ങനെയെങ്കിലൊക്കെ അറ്റവും മുറിയും മുട്ടിച്ചിട്ട് അതിലെത്തിക്കണം. അതിൻ്റെ കൂടെ പഠിക്കണം. കടന്നു പോകുമായിരിക്കും, അല്ലേ പരീക്ഷയിൽ പൊട്ടും. ഇത്രേ ഉള്ളൂ. എന്തൊക്കെയോ കാട്ടിക്കൂട്ടി ഇന്നത്തെ ഷൂട്ട് എങ്ങനെയൊക്കെയോ നടക്കുന്നുണ്ട്. കുഴപ്പമുണ്ടാവില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പ്രതീക്ഷയിലാണല്ലോ നമ്മളൊക്കെ മുന്നോട്ട് പോകുന്നത്. കൊളാവാതിരിക്കട്ടെ. എനിക്കാണെങ്കിൽ അതിൻ്റെ ഉള്ളിലിരുന്നിട്ട് തല കിറങ്ങി. സമയം ഓൾറെഡി 3 മണിയായി. ഭക്ഷണം കഴിക്കാനൊന്നും ഇട്ടില്ലേ. കുറേ നാളായി ഇങ്ങനെ തിരക്ക് പിടിച്ച് കാര്യങ്ങളൊക്കെ ഓടിച്ചിട്ട്. പിന്നെ തിങ്കളാഴ്ചത്തെ ഒക്കെ കൂടി ഒന്നും പറയണ്ട. പുറത്താണെങ്കിൽ നല്ല വെയിൽ. ഞാനിവിടെ തണുത്ത് വന്നിരുന്ന് ചോറുകൊണ്ടിരിക്കുക. കാരണം ഉള്ളിൽ മൊത്തം ലൈറ്റാണല്ലോ. ലൈറ്റ് ചെയ്തിട്ട് കണ്ണൊക്കെ വേനെടുക്കണം. നമ്മുടെ സ്പെഷ്യൽ എന്താണെന്ന് കണ്ടോ? ഇന്നലെ പൊരിച്ച മുട്ട. ഓ മൈ ഗോഡ്. ചൊറുക്കയിലിട്ട മുളക്, പിന്നെ നമ്മുടെ മീൻ വറുത്തത്. ഇച്ചിരി മണമുണ്ട്, എന്നാലും കുഴപ്പമൊന്നുമില്ല. എന്തെങ്കിലും ആവട്ടെ, കഴിക്കട്ടെ. കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് തലയ്ക്കിത്തിരി വെളിവ് വരും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. കാരണം ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കിടന്നുറങ്ങണം ഒരു 2 മണിക്കൂർ. എനിക്ക് തോന്നുന്നത് ആ 2 മണിക്കൂർ ഉറങ്ങുമ്പോഴേക്കും എൻ്റെ പകുതി പ്രശ്നങ്ങളൊക്കെ തീരുമെന്നാണ്. അത്രയൊക്കെ തന്നെ. കഴിക്കട്ടെ. നിങ്ങളും ഭക്ഷണം കഴിക്കും നല്ല രീതിയിൽ. കാരണം ഒരു പരിധിവരെ ഭക്ഷണം കഴിച്ചാൽ പ്രശ്നങ്ങളൊക്കെ മാറും. ഹെൽത്തി ഫുഡ് മേക്സ് യു ഹാപ്പി. കഴിഞ്ഞ ആഴ്ച തൊട്ട് ഇത്തിരീശ് ഞാൻ എൻ്റെ കഥ പറഞ്ഞു തുടങ്ങിയ കാര്യം നിങ്ങൾക്കറിയാമല്ലോ. പോളണ്ടിൽ എത്തിയിട്ടുള്ള മെക്ഡിയിലെ കേസിലാണ് ഞാൻ പറഞ്ഞങ്ങോട്ട് നിർത്തിയായിരുന്നേ. അവിടെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ അവസാനം ജോലിക്ക് പോയ ദിവസം എന്നെ പട്ടിപ്പണി എടുപ്പിച്ചു. പട്ടിപ്പണി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് വരെ ഞാൻ അവിടെ പണിയെടുത്തതിനേക്കാൾ കൂടുതൽ എന്നെ അവസാനം പണിയെടുപ്പിച്ചു. എന്നിട്ട് പണി കഴിഞ്ഞ് പോണ സമയത്ത്, മോനെ ബൈ നിൻ്റെ ലാസ്റ്റ് ഡേ ആയിരുന്നു എന്ന് പറഞ്ഞു. അതുവരെ എൻ്റെ അടുത്ത് എനിക്ക് അടുത്ത കോൺട്രാക്റ്റ് തരുമെന്നൊന്നും പറഞ്ഞില്ല. ഞാൻ അവിടെ
നല്ലവരായ ഉണ്ണികൾ പറഞ്ഞത് കേട്ട് ആത്മാർത്ഥമായി പണിയെടുത്തത് എൻ്റെ നിവൃത്തികേട് കൊണ്ടും എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടും. കാരണം അപ്പം എന്നെ എൻ്റെ ഇവിടുത്തെ ഒരു ലൈഫ് ഇവിടെ സസ്റ്റെയിൻ ചെയ്ത് പോകണമെങ്കിൽ എനിക്ക് മന്ത്ലി ഒരു ഇൻകം വരണമായിരുന്നു. അപ്പം അതിന് വേണ്ടി അവിടെ ഉള്ള നല്ലവരായ ഉണ്ണികൾ പറയണതൊക്കെ കേട്ടാണ് അവിടെ വന്നത്. അവിടെ പാത്രം കഴുകും, എല്ലാം കഴുകും. മെക്ഡിയിൽ വർക്ക് ചെയ്യണ എല്ലാവർക്കും അറിയായിരിക്കും അവിടുത്തെ ബാക്ക് സ്റ്റോറി എങ്ങനെയാണെന്ന്. ചിലപ്പോൾ 0.1% നല്ല സ്ഥലം ഉണ്ടാവാം, പക്ഷേ എനിക്കറിവുള്ള എല്ലാവർക്കും നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആണ് മെക്ഡിയിൽ. കാരണം ഞാൻ കണ്ടെടുത്തോളം പോളണ്ടിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഏത് യൂറോപ്യൻ കൺട്രിയിലായാലും അവിടെ ഏറ്റവും ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും മെക്ഡിയിൽ തന്നെ. അതായത് കൺട്രിയിൽ അതാത് നാഷണാലിറ്റീസിൻ്റെ കാര്യമാണ് പറയുന്നത്. ബാക്കി ഫോറിനേഴ്സ് വരുന്നവരൊക്കെ ഒരു പരിധി വരെ നല്ലതായിരിക്കും. സെയിം കൺട്രിയിലെ സെയിം നാഷണാലിറ്റീസ് ഭയങ്കര എന്തോ അവർക്കൊന്ന് പ്രത്യേക പ്രശ്നമുള്ള പോലത്തെ ആൾക്കാരായിട്ട് എനിക്ക് തോന്നിയേക്കണേ. അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ എനിക്കൊരു തൊലിക്കട്ടി വന്നതായിരുന്നു. പോട്ടെ പുല്ല്, പിന്നെ എന്തും ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഓപ്ഷൻ. അങ്ങനെ ആ ഒരു ദിവസം ഇറക്കി വിട്ട് കഴിഞ്ഞിട്ട് ഞാൻ അതിലും കൂടുതൽ ഡിപ്രഷൻ വന്ന വേറൊരു ദിവസത്തിൽ. കാരണം എനിക്ക് വിശ്വസിക്കാൻ പറ്റണില്ലായിരുന്നു. കാരണം ഞാൻ അവർ പറയണതൊക്കെ കേട്ട് ഒന്നും തിരിച്ചു പറയാതെ എൻ്റെ സെൽഫ് റെസ്പെക്റ്റിനെ തന്നെ ചോദ്യം ചെയ്ത് നിന്ന സ്ഥലം അത്. അതിനുശേഷം പിന്നെ അവിടെ അങ്ങനെ നിന്നിട്ടില്ല. അവിടെ അത്രയും പരിതാപകരമായി നിന്ന് സർവൈവ് ചെയ്ത് അവസാനം ഒരു പ്രോപ്പർ ഗുഡ് ബൈ പോലും ഇല്ലാണ്ട് അവസാന ദിവസം പണിയെടുപ്പിച്ച് എൻ്റെ തണ്ടൽ റബ്ബറും കട്ട പോലെ. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഒരാഴ്ച പനിയും ചുമയായിരുന്നു. എന്തായാലും അവിടെ അങ്ങനെ വിട്ടു. അത് കഴിഞ്ഞ് പിന്നെ ഒരു 2 ആഴ്ച പനിയും ചുമയും അതിൻ്റെ മേളമായിരുന്നു. അത് കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും അവിടെ നിന്ന് കിട്ടിയ ശമ്പളവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. കാരണം കയ്യിൽ 10 പൈസ ഇല്ലായിരുന്നു. കാരണം മെക്ഡിയിൽ എന്തോരം കിട്ടുമെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അപ്പം അത് കഴിഞ്ഞ് പിന്നെ പട്ടിണി സ്റ്റേജിലേക്ക് കയറി. ആരോടൊന്നും കംപ്ലയിൻറ്റ് ചെയ്യാനൊന്നുമില്ല. പിന്നെ തപ്പലായിരുന്നു, ജോലി കിട്ടിയേ പറ്റൂ. പിന്നെ ഓരോ യൂട്യൂബിലിരുന്ന് ഓരോ വീഡിയോസ് കണ്ടു തുടങ്ങി. പോളണ്ടിൽ അപ്പം ആ സമയത്ത് ഞാൻ വന്ന സമയത്തുള്ള ഇൻഫ്ലുവൻസേഴ്സിൻ്റെ വീഡിയോസൊക്കെ ഭയങ്കര പെത്തറ്റിക് ആയിരുന്നു. അതുകൊണ്ട് വലിയ ഗുണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ എൻ്റേതായ രീതിയിലുള്ള കടകളിലൊക്കെ കയറുന്നു, തപ്പുന്നു. നമുക്ക് നമ്മളെ ഉള്ളൂ എന്നുള്ള റിയാലിറ്റി അങ്ങോട്ട് എടുത്തു വെച്ചു. എന്നിട്ടും അങ്ങോട്ട് ഇറങ്ങി അങ്ങോട്ട് തപ്പി പറ്റാവുന്ന എല്ലാ പോസിബിലിറ്റീസും ഉള്ള കടകളിലൊക്കെ കയറുന്നു, വെയർ ഹൗസിലൊക്കെ CV കൊണ്ടുപോകുന്നു, അയക്കുന്നു. എല്ലാ പരിപാടികളും ഒന്നും ശരിയായില്ല. കാരണം അത് വിൻ്റർ സമയമാണല്ലോ, ഡിസംബർ പീക്ക് ടൈം, ചെറിയൊരു സീസണുള്ള സമയം. അങ്ങനെ ഞാൻ ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ ഓപ്ഷൻ ഇട്ടു. കാരണം ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ ഞാൻ ഓൾറെഡി കുറേ റെസ്റ്റോറൻറ്റ്സിൽ നിന്ന് കേട്ടിട്ടുണ്ട് ബാഡ് എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ. എന്തെങ്കിലും അവിടെ പിടിച്ചെടുക്കണം, വയറിലെന്തെങ്കിലും പോകണം. അപ്പോൾ ഞാൻ ആലോചിച്ചു, കാശ് നോക്കണ്ട, ഫുഡ് കഴിക്കണം, മന്ത്ലി റെൻറ്റ് ഓടണം. ഫുഡ് റെസ്റ്റോറൻറ്റിൽ നിന്ന്, അതായത് ആ റെസ്റ്റോറൻറ്റിൽ നിന്ന് എടുക്കാമെന്ന രീതിയിൽ ആ വഴി നോക്കി ഒരു കൂട്ടുകാരൻ വഴി ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ ഞാൻ നേരെ ഡിഷ് വാഷിങ്ങിന് കയറി. ഡിഷ് വാഷിങ്ങിന് കയറിയിട്ട് എനിക്ക് അവിടെ നിന്ന് കിട്ടിയ സമ്മാനമാണ് എൻ്റെ ഈ കൈമ പൊള്ളിച്ചളഞ്ഞവന്മാർ. അവിടെ ആ ഒറ്റ ദിവസം ഞാൻ പണിയിടും. ആ റെസ്റ്റോറൻറ്റിലല്ല കേട്ടോ കൈ പൊള്ളിച്ചളഞ്ഞ്. ആ റെസ്റ്റോറൻറ്റിൽ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ ഞാൻ പണിക്ക് കയറുന്നു. 2 ദിവസം ഡിഷ് വാഷിങ്ങിന് നിന്നു. 3ാമത്തെ അവർക്ക് മനസ്സിലായി എനിക്ക് തെറ്റില്ലാത്ത രീതിയിൽ ഭാഷാ കാര്യങ്ങളൊക്കെ അറിയാം. ദ തിങ് വാസ് ലൈക്ക് ഐ വാസ് ഫ്ലുവൻറ്റ് ഇൻ ഇംഗ്ലീഷ്. സോ ദേ ജസ്റ്റ് ചേഞ്ച് മീ ഫ്രം ഡിഷ് വാഷിംഗ് ടു ദ വെയിറ്റർ പൊസിഷൻ 2 ദിവസം കൊണ്ട്. കാരണം അവിടെ നിൽക്കുന്ന വെയിറ്റർമാരെക്കാൾ ബെറ്റർ ആയ രീതിയിൽ ഞാൻ ഇംഗ്ലീഷ് പറയുന്നുണ്ട്. പിന്നെ ഞാൻ ഇച്ചിരി കൂടി അപ്രോച്ചബിൾ ആയിട്ട് അവർക്ക് തോന്നി. അതുകൊണ്ട് അവരെന്നെ നേരെ അവിടെ നിർത്തി പുറത്തേക്ക് വെച്ചു. പക്ഷേ സാലറി സെയിം തന്നെയായിരുന്നു. അതുകൊണ്ട് അങ്ങനെ അങ്ങോട്ട് പോയി. അവിടെ വെച്ചും ഞാൻ കുറേ പാഠങ്ങൾ പഠിച്ചു. എങ്ങനെയാണ് ഇന്ത്യൻസ് നമ്മളോട് ട്രീറ്റ് ചെയ്യുക, അതായത് അവിടെ ഓൾറെഡി ജോലി ചെയ്യുന്ന മെയിൻ ഷെഫ് അങ്ങനത്തെ ആൾക്കാരൊക്കെ നമ്മളോട് എങ്ങനെ ട്രീറ്റ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ വെറുതെ നിൽക്കുമ്പോൾ കാണുന്ന കണ്ണിൽ കടി, അങ്ങനെ കുറേ കാര്യങ്ങൾ അവിടെ നിന്നും പഠിച്ചു. അത് കഴിഞ്ഞ് അവിടെ നിന്ന് അടുത്ത റെസ്റ്റോറൻറ്റിൽ പോയി. ആ റെസ്റ്റോറൻറ്റിലെ കഥ അടുത്ത ആഴ്ച, പിന്നെ അടുത്ത ആഴ്ച അല്ലെങ്കിൽ എപ്പോഴേലും പറയാം. കാരണം അവിടെ നിന്നാണ് നമുക്ക് ഈ ടേണിംഗ് പോയിന്റ് മൊത്തത്തിൽ അങ്ങോട്ട് കിട്ടിയത്. ഇവിടെ നിന്ന് പിരിച്ചുവിട്ടത് ഞാൻ പറഞ്ഞില്ലല്ലോ, അതും കൂടി പറഞ്ഞേക്കാം. ഒരു സുപ്രഭാതത്തിൽ എൻ്റെ അടുത്ത് ഒന്ന് പറഞ്ഞു, അതായത് വിൻ്റർ കഴിഞ്ഞ് ഒരു സെയിൽസൊക്കെ ഡ്രോപ്പ് ചെയ്യുന്ന ടൈമുണ്ട്. അപ്പോൾ ഒന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, Paul, we don't have that much business, so I think you can take leave for some time. We will call you when we need you. എന്ന് പറയുന്ന ഒരു ഇൻഡയറക്റ്റ് ആയിട്ട് പിരിച്ചുവിടുന്ന പരിപാടിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇറ്റ്സ് ഓക്കെ ഫൈൻ. കാരണം ആ സമയത്തേക്ക് എനിക്ക് തെറ്റില്ലാണ്ട് 1 മാസം കൂടി പിടിച്ചേക്കാനുള്ള കാശ് അവിടെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഐ എം താങ്ക്ഫുൾ ടു ദം. അപ്പോൾ അത് കിട്ടി. അത് വെച്ചിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം അടുത്ത കടയിൽ ജോലിക്ക് കയറി. ഞാൻ ഡയറക്റ്റ് ഇവിടെ ഒരു 2 മാസം വെയിറ്ററായിട്ട് ജോലി ചെയ്യുന്നു. ആ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് അലക്കി അങ്ങോട്ട് എല്ലാ കടകളിലും കയറി ഇറങ്ങാൻ തുടങ്ങി. 2ാം ദിവസം ഞാൻ ജോലിക്ക് കയറി വേറൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ. ഇത്തിരി കൂടി സാലറി കൂടിയിട്ട്. അവിടെ നിന്നിട്ടുള്ള കാര്യം അടുത്ത ദിവസം പറയാം.